ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളിലുണ്ടായ ചില സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഓക്കെ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ചില കാര്യങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ ജഗിൾ ചെയ്യുന്നു, ഏതോ രണ്ട് സിറ്റുവേഷനിൽ ജഗിൾ ചെയ്യുന്നു. ഗോ വിത്ത് ഫ്ലോ, പോകട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതായി കാണുന്നു. ഓക്കെ, കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാകാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഹെർമിറ്റിൻ്റെ മൂഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരുപാട് ഭാരങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചുമക്കുന്നതായി കാണുന്നു. ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് അവർ പണം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്കത് തിരിച്ചു തരാൻ കഴിയാത്ത ഒരു എനർജിയിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരുപാട് സ്നേഹവും സമയവും ഒക്കെ അവർ നിങ്ങളിൽ നിന്നും നേടിയിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ അവർക്ക് അതൊന്നും നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയാതെ നിങ്ങൾ കൂടെ ഇല്ലാത്ത അവസ്ഥയായിരിക്കാം ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഭാരങ്ങൾ അവർ ചുമക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു, സാമ്പത്തികമായി സപ്പോർട്ടായിരുന്നു, അതുപോലെ തന്നെ മാനസികമായി സപ്പോർട്ടായിരുന്നു. ഒരു നല്ല കെയറിങ്, ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെയുള്ള ഒരു കെയറിങ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളും ഓരോ സ്ട്രഗിൾ ചെയ്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോന്നും നേടിയെടുത്തിട്ടുള്ളതെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് കൂടെ ആരും കാണില്ല. നിങ്ങൾ സിംഗിൾ മദർ ആയിരിക്കാനോ അല്ലെങ്കിൽ സിംഗിൾ ഫാദർ ആയിരിക്കാനോ ഉള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വന്നിട്ട് പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നതായും കാണുന്നു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ സാധ്യമാണോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണുമായിട്ടൊരു റീയൂണിയന് സാധ്യതയുണ്ടോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി സമർപ്പിക്കുന്നു. ഫസ്റ്റ് കാർഡ് റീയൂണിയന് സാധ്യത കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എന്ത് പ്രതികൂല സാഹചര്യമാണെങ്കിലും അവരുടെ അടിത്തറ ഇളകിയാലും ശരി തന്നെ നിങ്ങളെ വിട്ടുകളയാൻ അവർ തയ്യാറാകുന്നില്ല. സാഹചര്യം അവർക്ക് മോശമായിരിക്കാം, പക്ഷേ അവർ നിങ്ങളെ വിട്ടുകളയാൻ തയ്യാറാകുന്നില്ല. നിങ്ങളോടുള്ള സ്നേഹം അവർക്കുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അവരോട് പറയുന്നുണ്ടായിരിക്കും, എന്നെ വിട്ടുപോ, എന്നിൽ നിന്ന് ദൂരോട്ട് മാറിപ്പോ എന്ന് നിങ്ങളൊരു പക്ഷേ പറയുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയി, നിങ്ങളിലേക്ക് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഒന്നുമല്ല, അവർക്ക് എന്തെല്ലാം പ്രതികൂലം ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാം. അവർ നിൽക്കുന്ന സ്ഥലം, അവർ ചിലപ്പം നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം. അവരുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി തന്നെ ഈ ഒരു കപ്പിൽ നിന്നുള്ളൊരു പിടി അവർ വിട്ടിട്ടില്ല. കാരണം നിങ്ങളോട് അവർക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നു അവർ നിങ്ങളെ വിട്ടുപോയി എന്നുള്ളത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് പറയുന്നു 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. സെയിം എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ വിചാരം വിട്ടുപോയിരിക്കുന്നു എന്ന്. ഇപ്പോൾ തൽക്കാലത്തേക്ക് മാത്രമാണ് നിങ്ങളിൽ നിന്നും അവർ അകന്നു പോയിരിക്കുന്നത്. ഇവിടെ ഒരു ചന്ദ്രനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു ചന്ദ്രൻ്റെ ഈ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാഞ്ഞ് വരുന്നതാണ്. ഓക്കെ, അത് മാറിയിട്ട് മറ്റൊരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ സാഹചര്യം എന്തോ അവർക്ക് പ്രശ്നമായി നിൽക്കുന്നത് കൊണ്ട് അവരിവിടെ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റീയൂണിയൻ തീർച്ചയായിട്ടും നിങ്ങളോട് ഉണ്ടാകും. ഓക്കെ, പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 8 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ഇപ്പോൾ അവരെ തന്നെ ബന്ധിച്ച് നിർത്തുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവരെ തന്നെ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പം നിങ്ങളിൽ നിന്ന് മാത്രമല്ല, അവരുടെ ആത്മാവിനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവർക്ക് ഇപ്പോൾ ഒരു സന്തോഷത്തിലേക്കും കടന്നു പോകാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ട്രാപ്ഡ് ആണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്ത നമുക്ക് നോക്കാം
നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്നത്? എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇതിലൊരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യൂ. ഫസ്റ്റ് സെക്കൻഡ് ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ചെയ്തോ? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനോട് എന്ത് മെസ്സേജാണ് വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്നത്? സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ്, ഇപ്പോൾ ഞാൻ ഹാങ്ഡ് സിറ്റുവേഷനിലാണ്, എന്നെ രക്ഷിക്കണം. ഇപ്പോൾ ഞാൻ നിന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നും അല്ലെങ്കിൽ എന്ത് പ്രവർത്തിക്കണമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, എനിക്ക് നിന്നെ വീണ്ടും ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വീണ്ടും സ്നേഹിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് ഒന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്ന ഒരു എനർജിയാണ്. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഓർമ്മയിൽ നിന്നും വിട്ടുപോകാൻ അവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അവർ പറയാൻ ശ്രമിക്കുന്നു, കാരണത്താൽ നിങ്ങളെ അവർ ഒറ്റപ്പെടുത്തി പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാരണത്തിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവരെ എപ്പോഴും ഈ കംപ്ലൈൻറ്റ് പറയുന്ന ഒരു സ്വഭാവം അവരെ ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് പോയത്. അതല്ലായിരിക്കും ലെസ് കോണ്ടാക്റ്റിലോ നോ കോണ്ടാക്റ്റിലോ കടന്നു പോയിരിക്കുന്നത്. ഇപ്പോൾ അവർ നിങ്ങളുടെ ഫോട്ടോസോ നിങ്ങൾ കൊടുത്ത മെസ്സേജോ അല്ലെങ്കിൽ ഗിഫ്റ്റോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് അവർ വീണ്ടും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ ഓർക്കുന്നത് നിങ്ങൾ എന്തുമാത്രമാണ് അവരോട് കംപ്ലൈൻറ്റ് പറയുന്നത്. ആ സ്വഭാവം നിങ്ങൾക്കൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് മാത്രം അടുത്ത മെസ്സേജ്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്? അവിടെ ഇപ്പം മൂണിൻ്റെ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവിടെ ഒരുപാട് ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. ഒരുപാട് മാനസിക ഡിപ്രഷനിൽ കൂടി കടന്നു പോവുകയാണ്. ഒരു കാര്യത്തിലും ബാലൻസ് ഇല്ല. ഇമോഷണൽ പരമായിട്ട് കലങ്ങി മറിയുന്ന പ്രശ്നത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. പഴയ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ഭയങ്കരമായിട്ടുള്ള വഴക്കുകൾ നടക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നത്. ഒരു സമാധാനവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തലകീഴായി തൂങ്ങിക്കിടക്കുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് വരാനും വയ്യ എന്നായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ അത്രയും ഭാരങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അണ്ട് വന്നിരിക്കുന്നു വാണ്ടിൻ്റെ എനർജിയാണ്. 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. അവർക്ക് അവിടെ സമാധാനമില്ല. സമാധാനം നഷ്ടപ്പെട്ട് സ്നേഹം നഷ്ടപ്പെട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അടിയും വഴക്കുകളും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത കാർഡ് പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ബ്ലോക്കേജ് ആണ്. അവിടെ തേർഡ് പാർട്ടിയുമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബ്ലോക്കായി കഴിഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് നേരെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് തേർഡ് പാർട്ടി കെട്ടി വെച്ചിരിക്കുന്നതായിട്ടുള്ള പത്തലിംഗം പൂരി തന്നെ അവിടെ അടി നടക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പം തേർഡ് പാർട്ടി പറഞ്ഞിട്ടായിരിക്കാം നിങ്ങളെ അവർ ബ്ലോക്ക് ചെയ്ത് ഉള്ള പത്തലൊക്കെ വാരി വെച്ച് നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തത്. ഇപ്പോൾ ആ കെട്ടി വെച്ചിരിക്കുന്ന പത്തലും കമ്പ് വെച്ച് തന്നെ അവിടെ അടി ഉണ്ടാകുന്ന ഒരു എനർജിയാണ്. ഓക്കെ, തേർഡ് പാർട്ടി അങ്ങോട്ടും നിങ്ങളുടെ പേഴ്സൺ ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നത് നിങ്ങൾക്കെതിരായി വെച്ചിരിക്കുന്ന ആയുധം എടുത്ത് തന്നെയാണ് ഇപ്പോൾ അവർ അടി ഉണ്ടാക്കുന്നത്. കർമ്മയാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷനും കൂടി എടുക്കട്ടെ. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമാണ് ഒരു വലിയ സിറ്റുവേഷനായിട്ട് ഇരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കോള് മെസ്സേജുകൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഇല്ല എന്നുള്ളതും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു സിറ്റുവേഷനായിട്ട് നിൽക്കുന്നു. ഓക്കെ, കൂടുതലും ഇവിടെ സാമ്പത്തികമാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഫാമിലിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളിപ്പോൾ നേരിടുന്നതായി കാണുന്നു. പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജി.
നിങ്ങൾക്ക് സാഹസികമായി ചില കാര്യങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അത് ഓരോ ദിവസവും നിങ്ങൾ കടന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. ഓക്കെ, അത് ചിലപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ചിലപ്പം സാമ്പത്തികമായിട്ട് എങ്ങനെ ഇന്നത്തെ ദിവസം കടന്നു പോകും എന്നുള്ളത് ഓർത്തിട്ടായിരിക്കാം നിങ്ങൾ ഓരോ ദിവസവും സ്ട്രഗിൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. സാമ്പത്തികമായിരിക്കാം, ജോലിയായിരിക്കാം, മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനാണ് എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ അനുഭവിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.